നീലരാവിൻ ജാലകപ്പാളികൾ മെല്ലെ മെല്ലെ തുറന്നു. നീലരാവിൻ ജാലകപ്പാളികൾ മെല്ലെ മെല്ലെ തുറന്നു. മതിലേക ചിരി തൂകും മാനത്തിൻ മുറ്റത്ത്, മതിലേക ചിരി തൂകും മാനത്തിൻ മുറ്റത്ത് താരക സുന്ദരി നിന്നു. നീലരാവിൻ ജാലകപ്പാളികൾ മെല്ലെ മെല്ലെ തുറന്നു. ഗുഡ് മോർണിംഗ്, എല്ലാവരും ഇരിക്കൂ. അപ്പോൾ എന്നെ അറിയോ നിങ്ങൾക്ക്? ഞാൻ നിങ്ങളുടെ പുതിയ മാത്സ് ടീച്ചറാണ്. എൻ്റെ പേര് ആനി. അപ്പോൾ നിങ്ങളുടെ പഴയ മാത്സ് ടീച്ചറായ വിദ്യ ടീച്ചർ തന്ന ആൻസർ പേപ്പർ എൻ്റെ കയ്യിലുണ്ട്. എക്സാം എങ്ങനെയുണ്ടായിരുന്നു? ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഞാൻ പേപ്പർ തരാം. ഫസ്റ്റ് മന്ന പി കെ, ഫാത്തിമ, ദീപ്തി, ഇഹ. ഇഹ ആബ്സെന്റ് ആണ് മിസ്. ഇന്നലെ ലീവായിരുന്നു. എന്താണെന്നറിയില്ല. ടീച്ചർ, ഇഹയുടെ പേപ്പർ തന്നേക്ക്, ഞാൻ കൊടുത്തോളാം. ഈ കുട്ടി അസലായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ. ആ, ഇഹ ക്ലാസ് ഫസ്റ്റാ. ക്ലാസ്സിലെ ടോപ്പർ അല്ലേ. കുട്ടി നന്നായി പഠിക്കും. ക്ലാസ്സിൽ എല്ലാത്തിലും ടോപ്പറാണ്. ഓ, അപ്പോൾ ഇതാണ് വിദ്യ ടീച്ചർ പറഞ്ഞ കുട്ടിയല്ലേ? ആ, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാ. ആ, ശരി. ഹലോ വിദ്യ ടീച്ചറെ. ഹലോ ആയി ടീച്ചർ, അറിഞ്ഞു 8C-യിലെ ഇഹ സൂയിസൈഡ് ചെയ്തു. മതിലേക ചിരി തൂകും മാനത്തിൻ മുറ്റത്ത്, മതിലേക ചിരി തൂകും മാനത്തിൻ മുറ്റത്ത് താരക സുന്ദരി നിന്നു. നീലരാവിൻ ജാലകപ്പാളികൾ മെല്ലെ മെല്ലെ തുറന്നു. മോള് വിഷമിക്കല്ലേ? നമുക്ക് ഇഹയുടെ വീട് വരെ ഒന്ന് പോയി നോക്കിയാലോ? മോള് വന്നോ? മോളെ കയറി. ഇതാണ് അമ്മയുടെ ആൻറ്റിയുടെ. ഇത് ആ റൂമിലുണ്ട്. ആനി മിസ്സിൻ്റെ സ്കൂളിൽ പുതിയ ടീച്ചറാണ്. ആ അതെ, അങ്ങോട്ട് ഇരുന്നു. അവളെന്താണ് ഇങ്ങനെ ചെയ്തതെന്നുള്ളത് എനിക്ക് ഇപ്പോഴും ആലോചിച്ചിട്ട് ഒരു പിടുത്തവും കിട്ടണില്ല. അവള് ഹാപ്പി ആയിട്ട് ഇരുന്നിരുന്നേ. അവള് ക്ലാസ്സിൽ അവൾക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അവൾ ഇന്നലെയും കൂടി എന്നെ ഫോൺ ചെയ്തതാ. ഒരു കുഴപ്പമില്ലാതിരുന്ന ഒരാള് പെട്ടെന്ന് ഇങ്ങനെ ചെയ്തു എന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല. ഇന്നലെ അവളുടെ പിറന്നാളായിരുന്നു. എന്തൊക്കെ സാധനങ്ങളാണ് ഞാൻ ഇവിടെ മേടിച്ച് വെച്ചിരിക്കണെന്ന് അറിയാമോ? എനിക്കറിയില്ല. അവൾക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. അവള് ഹാപ്പി ആയിട്ടാ ഇരുന്നത്. മോൾ ഇന്നലെ വിളിച്ചപ്പോൾ അവൾ എന്തെങ്കിലും പറഞ്ഞായിരുന്നാ? ഇല്ല, എന്നോടൊന്നും പറഞ്ഞില്ല. അവള് ഹാപ്പി ആയിട്ട് ഇരുന്നേ. അവള് നാളെ ക്ലാസ്സിൽ വരുന്നുണ്ടെന്ന് വരെ എന്നോട് പറഞ്ഞതാ. അവള് പിന്നെ എന്താ അവൾക്ക് പറ്റിയെന്നുള്ളത് എനിക്ക് ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. പെട്ടെന്ന് അവൾക്ക് ഇങ്ങനെ ഒരു മാറ്റം വരാൻ വേണ്ടിട്ട് എന്തെങ്കിലും കാരണമില്ലാതിരിക്കുവോ? എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ആരോടാ ചോദിക്കുക? ടീച്ചറും ഫ്രണ്ടും വന്നിട്ടുണ്ട്. എഴുന്നേക്ക്. ആൻറ്റി ഹോസ്പിറ്റലിൽ എത്തപ്പോഴാണ് ഡിസ്ചാർജ് ആയത്? ഇന്ന് രാവിലെ ഡിസ്ചാർജ് ആയത്. ഇപ്പം എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ഞാൻ ഇഹയുടെ സ്കൂളിലെ പുതിയ ടീച്ചറാണ്. ഞാൻ ഇഹേനെ കണ്ടിട്ടില്ല, പക്ഷെ ബാക്കി ടീച്ചേഴ്സ് പറഞ്ഞ് എനിക്ക് അവളെ അറിയാം. ഇത്രയും ബ്രില്യൻ്റ് ആയ ഒരു കുട്ടി എന്തിനാ ഇങ്ങനെ ചെയ്തത്?
അമ്മയ്ക്ക് എന്തെങ്കിലും അറിയോ? ഇല്ല, എനിക്കൊന്നും അറിയില്ല. അവൾക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, അവൾ ഓക്കെ ആയിരുന്നു. എക്സാമിൻ്റെ പേപ്പർ കൊടുക്കുമ്പോഴും എക്സ്ട്രാ കരിക്കുലറിന് നല്ല ആളും പിടിക്കുക. ഒരു കാരണമില്ലാതെ അവളിങ്ങനെ ചെയ്യുമോ എന്നുള്ളത് അല്ലാതെ സംശയം. ഇവിടുത്തെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞോ? ആ, ചടങ്ങുകളൊക്കെ കഴിഞ്ഞു. ആരാ ഉള്ളത് നോക്കി എന്തെങ്കിലും ചെയ്യാം. എൻ്റെ ബ്രദർ വന്നിട്ടുണ്ട്. നിങ്ങൾ എപ്പോഴാ വന്നേ? അവൻ വന്നിട്ട് ഇപ്പൊ 2 ദിവസമായി. ഇത് അറിഞ്ഞിട്ട് വന്നതാ? ഇല്ല, അവൻ വരാനിരുന്നതായിരുന്നു. എൻ്റെ കുറച്ച് ബുക്സ് ഇഹയുടെ കയ്യിലുണ്ടായിരുന്നു. അത് ഞാൻ ഷെൽഫിൽ നിന്ന് എടുത്തോട്ടെ ആൻറ്റി? ഹലോ ആനി മിസ്സേ, എനിക്ക് നാളെ മിസ്സിനെ ഒന്ന് കാണണം. ഇത് ഇഹയുടെ ഡയറിയാ. ടീച്ചർ ഒന്ന് വായിച്ചു നോക്കിയേ. ഇന്ന് അങ്കിൾ നാട്ടിലേക്ക് വരും. ഇത്തവണ അങ്കിൾ രാത്രി മുറിയിലേക്ക് വരുമ്പോൾ ഞാൻ ഉണ്ടാവില്ല. പലതവണ പലയിടത്തേക്കും ഓടിപ്പോകണമെന്ന് ഞാൻ ചിന്തിച്ചതാണ്. പക്ഷേ എങ്ങോട്ട് പോയാലും അങ്കിൾ എൻ്റെ പുറകെ വരുമെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. ആരും വരാത്ത ഒരിടത്തേക്ക് ഞാൻ പോവുകയാണ്. അവിടെ ഞാൻ രാത്രി കിടന്നുറങ്ങുമ്പോൾ എന്നെ വരിഞ്ഞു മുറുക്കുന്ന കൈകളുണ്ടാവില്ല. ഈ 2 ദിവസം ഹോളിഡേ, സ്വസ്ഥമായിട്ട് വീട്ടിലിരിക്കാം, സ്കൂളിൽ വരണ്ട. അതാണ് എൻ്റെ പേടി. അതെന്താ? ഒന്നുമില്ലാടാ. ഇന്നലെ ഉറങ്ങിയില്ലേ? രാവിലെ തൊട്ട് ചോദിക്കണമെന്ന് ഇരിക്കുന്നു. കണ്ണൊക്കെ എന്താ വല്ലാതിരിക്കുന്നേ? ഇന്നലെ ശരിക്കും ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതെന്തു പറ്റി? അറിയില്ല. നിന്റെ കയ്യിലെന്തോ ഒരു പാട്. എവിടെ? അതെന്തോ കൊണ്ടതാന്ന് തോന്നുന്നുണ്ട്. നോക്കട്ടെ. വേണ്ട, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ വന്ന് കിടന്നോട്ടെ. അതെന്തു പറ്റി? നിന്റെ വീട്ടിലാരുമില്ലേ? ആരുമില്ലേ? വീട്ടിലുണ്ട്, ആൾക്കാരുണ്ട്. എന്നാലും ഞാൻ നിന്റെ അടുത്ത് വന്ന് കിടന്നോട്ടെ. ആ, വന്ന് കിടന്നു, കുഴപ്പമില്ല. നിന്റെ അങ്കിളില്ലേ? അങ്കിള് നാട്ടിൽ വന്നിട്ട് കുറെ ആയല്ലോ. അങ്കിളെന്നാ തിരിച്ചു പോണേ? എനിക്കറിയില്ല. ഇതെന്തു പറ്റി? ഹലോ, ചൈൽഡ് ഹെൽപ്പ് ലൈൻ. പത്രത്തിലും ടി വിയിലൊക്കെ ഇങ്ങനത്തെ ഓരോ വാർത്തകൾ വരുമ്പോൾ നമ്മൾ വിചാരിക്കണില്ല നമ്മുടെ വീട്ടിൽ ഇങ്ങനത്തെ ഒരു അവസ്ഥ വരുമെന്ന്. പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസ് ആക്ട്. നമ്മുടെ ഫ്രണ്ട് ഇഹയ്ക്ക് വന്ന പോലത്തെ അവസ്ഥ ഇനി ഒരു കുട്ടിക്കും വരാൻ അനുവദിക്കാൻ പാടില്ല. അവൾ എന്നോടൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവളുടെ ഒപ്പം നിന്നേനെ. 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ലൈംഗിക ചൂഷണങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇന്ത്യയിൽ നടപ്പാക്കിയ നിയമമാണ് പോക്സോ. എന്ത് പ്രശ്നമാണെങ്കിലും അത് ഷെയർ ചെയ്യാനുള്ള സ്പേസ് നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഇടയിലുണ്ടാവണം. ഇനി ആർക്കും ഇങ്ങനൊരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടി ഞാൻ ഏതറ്റം വരെ പോകും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അത്തരത്തിലുള്ള ചൂഷണം നേരിടുകയാണെങ്കിൽ നിങ്ങൾക്ക് 1098 എന്ന ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ആ നമ്പർ ഒന്ന് കുറിച്ച് വെച്ചോളൂ.